ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. യദുകുലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഗരുഡ ഭഗവാന്റെ കഥ നോക്കിയാലോ? ഗരുഡ ഭഗവാൻ എങ്ങനെയാണ് വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ വാഹനമായി മാറിയത്, എങ്ങനെയാണ് ജനനം, അത് നോക്കാം. വിശ്വരൂപ വർണ്ണനയിൽ ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, പക്ഷികളിൽ വെച്ച് ഗരുഡനാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അതുപോലെ വാനരനിൽ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഹനുമാൻ. അതുപോലെയാണ് പക്ഷികളിലെ രാജാവായി മാറിയ നമ്മുടെ ഗരുഡ ഭഗവാൻ. ഗരുഡ ഭഗവാൻ എന്ന് പറഞ്ഞാൽ ദയാലുവാണ്. ഭയങ്കര എന്താ പറയുക, സാത്വികമായ അല്ലെങ്കിൽ ഭയങ്കര ദയാലുവായിട്ടുള്ള, ക്രൂരനൊന്നുമല്ല. ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ ഒരു പ്രതിഫലനം കൂടിയിട്ടായിട്ടാണ് ഈ ഗരുഡ ഭഗവാനെ പറയുന്നത്. ഭഗവാൻ വിഷ്ണു അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ എവിടേക്ക് പോകുമ്പോഴും നമ്മുടെ ഗരുഡ ഭഗവാൻ കൂടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് ധ്രുവനെ കാണാൻ പോകുന്ന സമയത്ത് ഗരുഡ ഭഗവാന്റെ പുറത്തിലിരുന്നിട്ടാണ് പോയത്. ഗജേന്ദ്രന് മോക്ഷം കൊടുക്കാൻ പോകുന്ന സമയത്ത് ഗരുഡ ഭഗവാനിലാണ് പോയത്. നരകാസുരനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് സത്യഭാമിയോടൊപ്പമാണ് ഭഗവാൻ പോയത്. അപ്പോഴും ഗരുഡ ഭഗവാനുണ്ട്. ഇങ്ങനെ എല്ലാം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഭഗവാൻ ഗരുഡ ഭഗവാന്റെ കൂടെ, ഗരുഡൻ എപ്പോഴും ഭഗവാന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഗരുഡന്റെ എന്താ പറയുക, ചിറകടി ശബ്ദം അത് സാമവേദമായിട്ടാണ് പറയുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പവിത്രമായ, നല്ല സ്വർണ്ണ നിറമുള്ള, തിളങ്ങുന്ന, നല്ല ഭംഗിയുള്ള ആ ചിറക്, അതിൻ്റെ രൂപവർണ്ണന, അതെല്ലാം അതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് അതിൻ്റെ രണ്ട് ചിറകുകൾക്ക് രണ്ട് ശാഖകളായി മാറുകയാണ്. സാമവേദ മന്ത്രമാണ് ഗരുഡൻ ചിറകടിക്കുമ്പോഴുള്ള ആ ശബ്ദം എന്നാണ് പറയപ്പെടുന്നത്. ഗരുഡ ഭഗവാന് വേറൊരു പേരുണ്ട്, സുപർണൻ. സുപർണൻ എന്ന പേര് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു ഗരുഡ ഗുഹയുണ്ട്. അവിടെയാണ് ഗരുഡൻ തപസ്സിരുന്നത്. ഭഗവാന്റെ വാഹനമായി മാറാനും അതുപോലെ തന്നെ ഭഗവാനെ കാണുന്നതിനും വേണ്ടിയിട്ട് തപസ്സിരുന്നത് ആ ഗരുഡ ഗുഹയിലാണ്. ഇപ്പോഴും നമുക്കത് അവിടെ കാണാൻ പറ്റുന്നതാണ്. സുവർണൻ എന്ന പേരിന് ആസ്പദമായിട്ടാണ് ഈ മൂകാംബിക ക്ഷേത്രത്തിൽ തന്നെ സൗപർണിക നദിയുണ്ട് അല്ലേ. സൗപർണിക നദി എന്തുകൊണ്ടാണ് വന്നു ചോദിച്ചാൽ, ഈ ഗരുഡ ഗുഹ അടുത്തുള്ളത് കൊണ്ട് സുപർണൻ എന്ന് പറയുന്ന ഗരുഡൻ അവിടെ ധ്യാനം, എന്താ പറയുക, അവിടെ തപസ്സിരുന്നത് കൊണ്ട് മാത്രമാണ് അവിടെ അതിന് സൗപർണിക എന്ന് പേര് വരാനുള്ള കാരണം. ഇനി നമുക്ക് എങ്ങനെയാണ് ഗരുഡന്റെ ജനനം എന്ന് നോക്കാം. കശ്യപ മുനിക്ക് 2 ഭാര്യമാരുണ്ട്, കദ്രുവും വിനിതയും. കുറേ കാലങ്ങൾക്ക് ശേഷം കശ്യപൻ 2 ഭാര്യമാരെയും അടുത്ത് വിളിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും വരം വേണമെങ്കിൽ ചോദിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ കദ്രു പറഞ്ഞു, എനിക്ക് 100 പുത്രന്മാർ വേണം, വിഷമുള്ള പുത്രന്മാരായിരിക്കണം, നല്ല വിഷമുള്ളതായിരിക്കണം എന്ന് പറഞ്ഞു. വിനിത പറഞ്ഞു, എനിക്ക് 2 ശ്രേഷ്ഠമായിട്ടുള്ള മക്കളെ തന്നാൽ മതി, അതിശ്രേഷ്ഠമായിട്ടുള്ള 2 മക്കളെ തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കശ്യപൻ കദ്രുവിന് 100 മുട്ടകൾ കൊടുത്തു, വിനിതയ്ക്ക് 2 മുട്ട, ഉള്ളതിൽ വലിയ 2 മുട്ടകളും കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ ശ്രേഷ്ഠമായ പുത്രന്മാരെയാണ് വിനിത ആവശ്യപ്പെട്ടതെങ്കിൽ കദ്രു ഉഗ്രവിഷമുള്ള സർപ്പങ്ങളെയാണ് മക്കളായി കിട്ടാനായിട്ട് പ്രാർത്ഥിച്ചത്. അങ്ങനെ ആ മുട്ടയും കൊണ്ട് ആ 2 അമ്മമാർ വിരിയുന്നത് നോക്കി തങ്ങളുടെ മക്കളുടെ ജനനത്തിന് വേണ്ടിയിട്ട് വളരെയധികം കെയർ ചെയ്ത് പ്രാർത്ഥിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പെട്ടെന്ന് കദ്രുവിൻ്റെ 100 മുട്ടകളും വിരിഞ്ഞു. അതിൽ നിന്ന് 100 മുട്ടകളും വിഷം ചീറ്റുന്ന സർപ്പങ്ങളാണ് ജനിച്ചു വന്നത്. കദ്രു തൻ്റെ മക്കളോടൊപ്പം കയറി മറിഞ്ഞ് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് മക്കളെല്ലാം അവളുടെ മേലെ കയറി മറിയുന്നു. അങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ട് ഇരിക്കുന്നത് വിനിത കാണുകയാണ്. വിനിതയുടെ മുട്ട മാത്രം വിരിഞ്ഞില്ല. വിനിത ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു, എന്താണ് എൻ്റെ മാത്രം വിരിഞ്ഞില്ലല്ലോ എന്ന്. കദ്രുവിൻ്റെയും മക്കളുടെയും ആ സന്തോഷം കാണുമ്പോൾ കണ്ടിട്ട് അങ്ങനെ വിനിതയ്ക്ക് ആ ഒരു ആത്മസംയമനം നഷ്ടപ്പെട്ടു പോവുകയും വേഗം ചെന്നിട്ട് തൻ്റെ ആ 2 മുട്ടകൾ എടുത്തു വെച്ചതിൽ ഒന്നിൽ പോയിട്ട് ഇങ്ങനെ തട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ തട്ടിക്കൊടുക്കുമ്പോൾ ആ മുട്ടയുടെ തോടൊക്കെ പൊട്ടിച്ചിതറിയിട്ട് അതിൽ പകുതി മനുഷ്യരൂപമുള്ള ഒരു രൂപം വരികയാണ് ചെയ്യുന്നത്. അതാണ് അരുണൻ.
സൂര്യന് ചുറ്റുമുള്ള പ്രകാശം, അതായത് മനുഷ്യരൂപം പകുതിയേ ഉള്ളൂ, പൂർണ്ണമായിട്ടൊരു രൂപമില്ല. അതുകൊണ്ട് അത് സൂര്യന് ചുറ്റുമുള്ള ഒരു പ്രകാശമായിട്ട് മാറുന്നു എന്നുള്ളതാണ് അരുണൻ. അതാണ് അരുണൻ. അപ്പോൾ വിനിതയുടെ ആ ഒരു ക്ഷമയില്ലായ്മ കൊണ്ടാണ് അതുണ്ടാവുന്നത്. അപ്പോൾ അരുണൻ പുറത്ത് വന്നതും പറയും, അമ്മേ കുറച്ചുകൂടെ എന്നെ ക്ഷമയോടുകൂടി ഇരിക്കാമായിരുന്നില്ലേ, എനിക്കിപ്പോൾ ഒരു രൂപവുമില്ലല്ലോ എന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയും അതേപോലെ തന്നെ അരുണൻ തൻ്റെ അമ്മയായ വിനിതയെ ശപിക്കുകയാണ് ചെയ്യുന്നത്. എന്നെ ഇങ്ങനെ ആക്കിയതിന് പൂർണ്ണരൂപം എനിക്ക് തന്നില്ലല്ലോ, അതുകൊണ്ട് ഞാൻ നിങ്ങളെ ശപിക്കുകയാണ്, നിങ്ങൾ കദ്രുവിൻ്റെ അടിമയായി തീരട്ടെ എന്ന് പറഞ്ഞ് ശപിച്ചുകൊണ്ട് അരുണൻ സൂര്യലോകത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. പാലാഴി മദനം നടക്കുന്ന സമയത്ത് പാലാഴി മദനത്തിൽ നിന്നാണ് ഉച്ചൈസ്രവസ് എന്ന് പറയുന്ന ഒരു കുതിര ഉണ്ടാവുന്നത്. അതായത് സൂര്യഭഗവാന്റെ കുതിരയാണ് അത്. അത് ഫുള്ളും വെളുത്ത കുതിരയാണ്, വെള്ള കുതിരയാണ്. ഒരിടത്ത് പോലും വേറെ കളറൊന്നും ഇല്ല, ഫുള്ള് വെള്ള കളറാണ്. അങ്ങനെ കദ്രുവിൻ്റെ അടിമയായിട്ട് വിനിത അവിടെ ഇരിക്കുമ്പോൾ അവരുടെ എല്ലാ പണികളും അടിമ പണികളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ വിഷസർപ്പങ്ങളൊക്കെ ഈ വിനിതമ്മയെ കടിക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ സഹിച്ചുകൊണ്ട് ഒരുപാട് ഊട്ടിയും ഉറക്കിയും ഒക്കെ നമ്മുടെ വിനിതമ്മ അവിടെ അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കദ്രു പറയണത്, കദ്രുവും വിനിതയും പറയണ ആകാശത്തൂടെ നോക്കുമ്പോൾ വെളുത്ത കുതിര പോകുന്നു കണ്ടപ്പോൾ കദ്രു പറയും, അത് കറുത്ത കുതിരയാന്ന് പറഞ്ഞു. അപ്പോൾ വിനിത പറയും, അല്ല അത് വെളുത്ത കുതിരയാണ് എന്ന് പറയും. അപ്പം ഇപ്പം എന്തായാലും കടന്നു പോയില്ലേ, നാളെ വരുമ്പോൾ നോക്കാം കറുത്തതാണോ വെളുത്തതാണോ. കറുത്തതാണെങ്കിൽ നീ എൻ്റെ അടിമയായിട്ടിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ അടിമയാവാം എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്നാളിങ്ങനെ എടുത്ത് നോക്കുന്ന സമയത്ത് സൂര്യദേവൻ സഞ്ചരിക്കുകയാണ് തൻ്റെ തേരിൽ. ആ തേരിൽ അവിടെ കദ്രു ചെറിയൊരു കള്ളത്തരം ചെയ്യുകയാണ്. തൻ്റെ കറുത്ത വിഷസർപ്പങ്ങളായിട്ടുള്ള മക്കളെ കൊണ്ട് പറയുകയാണ്, കുതിര വരുന്ന സമയത്ത് കുതിരയുടെ വാലിൽ പോയിട്ട് നിങ്ങൾ എല്ലാവരും തൂങ്ങി നിൽക്കണം, അത് കറുപ്പായിട്ട് അറിയിക്കണം എന്ന് പറയും, ഇല്ലെങ്കിൽ നമ്മൾ അവരുടെ അടിമയാവും എന്ന് പറയും. ശരി പറഞ്ഞ് ഈ വിഷസർപ്പങ്ങളെല്ലാം കൂടിയിട്ട് സൂര്യഭഗവാന്റെ ആ ഒരു തേരിൽ കുതിരയുടെ വാലിൽ പോയിട്ട് ഇങ്ങനെ കടിച്ചു നിൽക്കും. പിറ്റേ ദിവസം വന്ന് നോക്കുന്ന സമയത്ത് കദ്രു പറയും, നോക്ക് ഞാൻ പറഞ്ഞില്ലേ കറുത്തതാണെന്ന് പറഞ്ഞില്ലേ, നീ അല്ലേ വെളുത്തത് എന്ന് പറഞ്ഞു, നീ എൻ്റെ അടിമയായിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അടിമയുടെ എന്താ പറയുക നല്ല അടിമ പണി ചെയ്യിപ്പിക്കുകയാണ് കദ്ര. അവിടെ കള്ളത്തരത്തിലൂടെയാണ് അത് ചെയ്യിപ്പിച്ചത്. അപ്പോൾ ആ വിനിതയെ തോൽപ്പിച്ചു കദ്രു. അവിടെ വിനിതയെ എന്ത് ചെയ്തു, അടിമയായി മാറ്റുകയാണ് ചെയ്തത്. ഇതെല്ലാം ഭഗവാൻ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് അങ്ങനെ കുറച്ചു കാലം കഴിയുമ്പോഴാണ് രണ്ടാമത്തെ മുട്ട തനിയെ പൊട്ടി വിടരുകയും അതിൽ നിന്ന് നല്ല ഭംഗിയുള്ള ഒരു പുത്രൻ പുറത്തേക്ക് വരികയാണ്, ഗരുഡൻ. നല്ല ചിറകും നല്ല ശക്തിയും കണ്ണുകൾക്കൊക്കെ നല്ല പവറുള്ള ആ ഒരു കുഞ്ഞ് ജനിച്ചു വരികയാണ്. ഇങ്ങനെ ജനിച്ച് പുറത്ത് നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. തൻ്റെ അമ്മയെ അന്വേഷിച്ച് ഇങ്ങനെ വരുമ്പോഴാണ് അമ്മ അടിമപ്പണി ചെയ്യുന്നത്. ഇത് കാണുന്ന പാമ്പുകളൊക്കെ മേലെ കയറി മറിഞ്ഞ് പാമ്പൊക്കെ കടിച്ചിട്ടുള്ള പാടുകളുമൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന അമ്മയെ കാണുന്നത് അപ്പോഴാണ്. ഗരുഡഭഗവാനാണെങ്കിൽ ഗരുഡൻ എന്ത് ചെയ്തു, അമ്മയുടെ അടുത്ത് പോയതും പറയുകയാണ്, എനിക്ക് വിശന്നിട്ട് വയ്യ, എനിക്ക് എന്തെങ്കിലും തരണം എന്നായി. ഇവരെ കൊണ്ടുള്ള ശല്യം സഹിക്കാൻ വയ്യാതിരിക്കുന്ന സമയത്താണ് ഒരു മകൻ ജനിച്ചാൽ എനിക്ക് ആശ്വാസമാകും എന്ന് കരുതിയിരുന്ന വിനിതയ്ക്ക് തെറ്റി അവിടെ പോയതും ഗരുഡൻ ചോദിക്കുന്നത് എനിക്ക് വല്ലതും തരണേ, എനിക്ക് വിശന്നിട്ട് വയ്യ എന്ന് പറയുന്നതാണ്. അവിടെയുള്ള എന്തെല്ലാം കൊടുത്തതെല്ലാം കഴിക്കുകയും കഴിച്ചതിലൊന്നും വിശപ്പ് തീർന്നതേ ഇല്ല ഗരുഡൻ്റെ. അങ്ങനെ അവസാനം ഗതി കെട്ടപ്പോൾ നമ്മുടെ വിനിത അമ്മ പറഞ്ഞു, വീണ്ടും വിശക്കുന്നു എന്ന് പറഞ്ഞ് തൻ്റെ മകനോട് വിനിത അമ്മ പറയുകയാണ്, അപ്പുറത്തെ ഒരു ദ്വീപുണ്ട്, അവിടെ പോയിട്ട് അവിടെ കുറേ നിഷാദന്മാരെയൊക്കെ നീ പോയിട്ട് കൊന്നു തിന്നോളും, കുഴപ്പമില്ല, അപ്പം നിന്റെ വിശപ്പ് അടങ്ങിക്കോളും എന്ന് പറയും. അതിനോടൊപ്പം തന്നെ ഒന്നും കൂടെ പറഞ്ഞു, അവിടെ ഒരു ബ്രാഹ്മണനുണ്ട്, ആ ബ്രാഹ്മണനെ ഒന്നും ചെയ്യരുത്, അദ്ദേഹത്തെ ഒന്നും ചെയ്യരുത് എന്നും പറഞ്ഞിട്ടാണ് വിട്ടത്. അങ്ങനെ എന്താ പറയുക, അങ്ങനെ നമ്മുടെ ഗരുഡൻ അങ്ങനെ പറന്ന് പോവുകയാണ്, ആ നിഷാദ രാജ്യത്തിലേക്ക് പോവുകയാണ്. അവിടെ പോയി നോക്കുക, അവിടെ ബ്രാഹ്മണനാണെന്നോ മനുഷ്യരാണെന്നോ മൃഗങ്ങളാണെന്നോ ഒന്നും ഗരുഡൻ അറിയില്ല. അവിടെ പോയി കണ്ട എല്ലാവരും എന്തെന്നു, അവസാനം ബ്രാഹ്മണനെയും വിഴുങ്ങി. ബ്രാഹ്മണനെ വിഴുകുന്ന സമയത്ത് തൊണ്ട ഇങ്ങനെ പൊള്ളും. തൊണ്ട പൊള്ളുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്നത്, ഇതായിരിക്കും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ആ ബ്രാഹ്മണനെ അവിടെ തുപ്പുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എങ്ങനെയെങ്കിലും എന്താ പറയുക, തൻ്റെ അമ്മയെ അടിമപ്പണിയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണം എന്നുള്ള ആ ഒരു ഉപായം തിരയുകയാണ് അപ്പോഴും ഗരുഡൻ ചെയ്യുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഗരുഡനും അവിടെ നിന്നിട്ട് അവർക്ക് അടിമപ്പണി ചെയ്യേണ്ടി വന്നു. കുറച്ച് നേരമാണെങ്കിലും അടിമപ്പണി ചെയ്തു. അപ്പോഴൊക്കെ മനസ്സിൽ ഭയങ്കര വിഷമമാണ്, വിശന്നിട്ടും വയ്യ, ഇവരുടെ പണിയും ചെയ്യണം എന്നുള്ള ആ ഒരു ഇതാണ്.
അങ്ങനെ ഈ ഒരു ദ്വീപിൽ വന്ന് ഇത്രയും ഭക്ഷണം കഴിച്ചിട്ടും ഗരുഡൻ്റെ വിശപ്പ് അടങ്ങിയില്ല. അവസാനം എന്ത് ചെയ്യാണ്, കദ്രുവിൻ്റെ അടുത്ത് തന്നെ ചെന്നിട്ട് ചോദിക്കുകയാണ്, ഞങ്ങളുടെ ഈ അടിമപ്പണി നിൽക്കാൻ വേണ്ടി, എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊന്ന് പറഞ്ഞു തരൂ, ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാം, എൻ്റെ അമ്മയെ ഇതിൽ നിന്ന് എനിക്ക് രക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ കദ്രു പറഞ്ഞു, ഒരിക്കലും കിട്ടാത്ത കാര്യം തന്നെയാണ്, എന്താ നടക്കാത്ത കാര്യം തന്നെയാണ് കദ്രു ഗരുഡനോട് ആവശ്യപ്പെട്ടത്. അതൊരിക്കലും ചെയ്തു തരുത്, ഇവർ എൻ്റെ അടിമയായിട്ട് തന്നെ എപ്പോഴും ഇരിക്കണം എന്നുള്ള ആ ഒരു ചിന്താഗതിയോടുകൂടി തന്നെ കദ്രു ഗരുഡനോട് പറഞ്ഞു, അങ്ങ് സ്വർഗത്തിൽ ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ അമൃത് വെച്ചിട്ടുണ്ട്, അമൃത കുംഭമുണ്ട്, ആ അമൃത കുംഭം കൊണ്ടുവന്നിട്ട് നീ തരികയാണെങ്കിൽ നിങ്ങളെ ഞാൻ മോചിപ്പിക്കാം, നീ അടിമപ്പണി ചെയ്യണ്ട എന്ന് പറഞ്ഞു. ആ ശരി എന്ന് പറഞ്ഞ് ഗരുഡൻ അങ്ങനെ തൻ്റെ അച്ഛനായിട്ടുള്ള കശ്യപൻ്റെ സമീപത്തേക്കാണ് പോകുന്നത്. അങ്ങനെ കശ്യപൻ്റെ അടുത്ത് ചോദിക്കണം, അമ്മയെ അടിമപ്പണിയിൽ നിന്ന് രക്ഷിക്കണം, കദ്രു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കദ്രു അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിന് എനിക്കാണെങ്കിൽ വിശന്നിട്ട് വയ്യ, വേറെ ജോലികളൊന്നും ചെയ്യാൻ പറ്റണില്ല, എനിക്ക് മുന്നോട്ട് പോകാനും പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് ഒരു ഉപായം പറഞ്ഞു തരണം പറഞ്ഞപ്പോൾ കശ്യപൻ പറഞ്ഞു, ദേ അപ്പുറത്തൊരു ചളിക്കുണ്ടുണ്ട്, അവിടെ ഒരു ആമയും ആനയും ഉണ്ട്, ആ ചളിക്കുണ്ടിൽ നീ അവരെ പോയി ഭക്ഷിച്ചോളൂ. അവർ കഴിഞ്ഞൊരു ജന്മത്തിലെ 2 ബ്രാഹ്മണന്മാരായിരുന്നു. സ്വത്തിൻ്റെ പേരിൽ അവർ നല്ല അടികൂടി, സ്വത്ത് തർക്കത്തിൻ്റെ പേരിൽ അവർ നല്ലതായിട്ട് അടികൂടുകയും അങ്ങനെ അവർക്ക് ശാപം കിട്ടുകയാണ്. ചളിക്കുണ്ടിലെ ആമയും ആനയുമായി തീരട്ടെ എന്നും പറഞ്ഞിട്ട് അവർക്ക് ജന്മം കിട്ടിയിരിക്കുകയാണ്, നീ അവരെ പോയി ഭക്ഷിച്ചോ, നിന്റെ വിശപ്പൊക്കെ തീരും എന്ന് പറഞ്ഞ് ഇരുന്നു. അങ്ങനെ ചളിക്കുണ്ടിൽ പോയി ആമയെയും ഭക്ഷിച്ചു, ആനയെയും ഭക്ഷിച്ചു, എന്നിട്ടും ഗരുഡൻ്റെ വിശപ്പടങ്ങിയില്ല എന്നുള്ളതാണ്. വിശപ്പടങ്ങാൻ പറ്റാതെ വീണ്ടും കശ്യപനോട് തൻ്റെ സ്വന്തം അച്ഛനോട് ചെന്ന് ചോദിക്കുകയാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്, എൻ്റെ വിശപ്പടങ്ങുന്നില്ലല്ലോ, എന്തു ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ തൊട്ടപ്പുറത്ത് ഒരു ഗ്രാമമുണ്ട്, അവിടെ പോയിട്ട് കുറേ കന്നുകാലികളുണ്ട്, ആ കന്നുകാലികളെയൊക്കെ തിന്നോളൂ, അവിടെ മനുഷ്യരെ ഒന്നും തിന്നരുത് എന്ന് പറഞ്ഞു. പക്ഷെ ഗരുഡന് മനുഷ്യരാരാണ്, കന്നുകാലികൾ ആരാണ്, അതൊന്നും അറിയില്ലല്ലോ. അങ്ങനെ അടുത്ത ഗ്രാമമായിട്ടുള്ള അവിടേക്ക് ചെല്ലുകയും അവിടെ നോക്കുമ്പോൾ നിറയെ ആളുകളും അതേപോലെ തന്നെ മൃഗങ്ങളും ഒക്കെ മേയുണ്ടായിരുന്നു. ആ മൃഗങ്ങളെയൊക്കെ പിടിച്ചു തിന്നു, ആളുകളെയും പിടിച്ചു തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇത് എന്തെന്നറിയാതെയാണ് മനുഷ്യരെയും ഗരുഡൻ തിന്നുന്നത്. അവരാരായിരുന്നു? വിഷ്ണു ഭക്തന്മാരായിരുന്നു. വിഷ്ണു ഭക്തന്മാരായിട്ടുള്ള അവർ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഭഗവാനെ ഞങ്ങളെ രക്ഷിക്കണേ, ഇത് ഏതോ ഒരു മൃഗം വന്ന് ഞങ്ങളെ ഇതവിടെ ഭക്ഷിച്ചു കൊണ്ടിരിക്കണു എന്നുള്ള വിളി കേട്ടിട്ട് ഭഗവാൻ ഇങ്ങോട്ട് വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ ആ ഗ്രാമത്തിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. അവരുടെ വിഷ്ണു ഭക്തന്മാരുടെ പ്രാർത്ഥന കേട്ട് ഭഗവാൻ വന്നു. അപ്പോൾ എന്താ വേണ്ടതെന്ന് ഗരുഡനോട് ചോദിക്കണം, എന്തു വേണം, എന്താ ഇങ്ങനെ എല്ലാവരെയൊക്കെ കൊന്നു തിന്നുന്നത്, ഇത് പാപമല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഗരുഡൻ പറയും, എൻ്റെ അമ്മ കദ്രുവിൻ്റെ അടിമയായിട്ട് പണി ചെയ്യുകയാണ്, എനിക്കത് കണ്ടു നിൽക്കാൻ വയ്യ, എനിക്കാണെങ്കിൽ എൻ്റെ വിശപ്പും നിൽക്കുന്നില്ല, ഈ വിശപ്പ് കാരണം എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ അതിന് എനിക്കൊരു പ്രതിവിധി പറഞ്ഞു തരണം ഭഗവാനെ എന്ന് പറഞ്ഞ് ഭഗവാന്റെ കാല് പിടിച്ച് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നീ അവിടെ നിന്ന് പറന്ന് വന്നിട്ട് എൻ്റെ ഇടത് തോളിൽ വന്നിട്ട് എൻ്റെ ഇവിടുത്തെ മാംസമൊക്കെ നീ തിന്നോളൂ എന്ന് പറയും. അങ്ങ് അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം, അയ്യോ ഈശ്വരൻ്റെ അടുത്ത് ഭഗവാന്റെ തോളിൽ പോയിരുന്നു ഭഗവാന്റെ മാംസം തിന്നെ, അയ്യോ അത് പാടില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അതൊന്നും സാരമില്ല എന്ന് പറയും. എന്നാലും ഭഗവാൻ പറഞ്ഞത് നമ്മൾ അനുസരിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഗരുഡൻ പറന്ന് ഭഗവാന്റെ ഇടത് തോളിൽ പോയിരുന്ന് ആ ഇടത് ഭാഗത്തുള്ള മാംസമൊക്കെ ഇങ്ങനെ കൊത്തി തിന്നാൻ തുടങ്ങി. കൊത്തി തിന്നെ ആ ഭാഗത്ത് മുറിവേയില്ല. കൊത്തി എത്രത്തോളം മാംസം പറിച്ചെടുക്കുന്നോ അത്രത്തോളം മാംസം അവിടെ ഉണ്ടായിക്കൊണ്ടേ വരികയാണ്. ഭഗവാൻ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അത് തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഗരുഡൻ്റെ വിശപ്പ് അങ്ങനെ ശമിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വിശപ്പ് തീർന്നിട്ട് ഗരുഡൻ ഭഗവാനോട് പറഞ്ഞു, ഇതിന് പരിഹാരമായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം ഭഗവാനെ, ആജീവനാന്തം അങ്ങയുടെ വാഹനമായിട്ട് ഞാൻ തീരാം എന്നും പറഞ്ഞിട്ട് ഭഗവാന്റെ കാലിൽ പിടിച്ച് അപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ശരി ഒരു കാര്യം ചെയ്യേ, നീ നിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടുകൂടെ പോയി ചെയ്ത് അമ്മയെ രക്ഷിച്ചിട്ട് നീ ഇങ്ങോട്ട് വരൂ, അപ്പം അതുവരെ ഞാൻ നിന്നെ കാത്തിരിക്കാം, നീ എൻ്റെ വാഹനമാകുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കാം, നീ നിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യതയോടുകൂടെ പോയി ചെയ്യണം എന്ന് പറഞ്ഞ് ഭഗവാൻ വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഗരുഡൻ പറന്ന് സ്വർഗത്തിലെത്തുകയും അവിടെ ചെന്ന് ദേവേന്ദ്രൻ്റെ കൊട്ടാരത്തിൽ ഭയങ്കര സേഫായിട്ട് എടുത്തു വെച്ചിട്ടുള്ള അമൃതിനെ എടുത്തുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ആ എടുത്തുകൊണ്ട് വന്നിട്ട്
കതിരുവിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. കതിരുവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോൾ അപ്പോൾ അവിടെ കുറേ മക്കളുണ്ടല്ലോ, കരുനാഗങ്ങൾ കുറേ പേരുണ്ടല്ലോ. ആ കുറേ പേര് തമ്മിൽ ഭയങ്കര കടിപിടി, എനിക്ക് നിനിക്ക് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഗരുഡൻ ആ അമൃതകുംഭം കയ്യിലെടുത്തിട്ട് പറഞ്ഞു, ഇത് അങ്ങനെ ഇങ്ങനെയൊന്നും കഴിക്കേണ്ട സാധനമല്ല, ഭയങ്കര പവിത്രമായിട്ടുള്ള സാധനമാണ്. അതുകൊണ്ട് നിങ്ങൾ പോയി കുളിച്ചിട്ട് വന്നിട്ടേ ഇതൊക്കെ തരാൻ പറ്റുള്ളൂ, എല്ലാവരും പോയി കുളിച്ചിട്ട് വരൂ എന്ന് പറയും. അങ്ങനെ കുളിക്കാനായിട്ട് അവരെല്ലാം പോയ സമയത്ത്, അതായത് വിനിതമ്മ കഥ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഗരുഡന്, എന്നെ ഇങ്ങനെയാണ് ചതിച്ചത്. അതായത് ആ കുതിര വരുന്ന സമയത്ത് വെളുത്ത കുതിരയാണെന്ന് ഞാൻ പറഞ്ഞു, കതിര് കറുത്തതാണെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വരുമ്പോൾ നോക്കാം എന്ന് പറഞ്ഞു. ഇവിടെ സ്വന്തം മക്കളെ ഇതെല്ലാം ഭഗവാനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം മക്കളായിട്ടുള്ള കരുനാഗങ്ങളെ ആ വാലിൽ തൂക്കി പിടിച്ചിട്ടാണ് കറുത്തെന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട്. ആ പറഞ്ഞ കഥയിൽ, ആ കഥ കേട്ട കഥയിൽ ഭഗവാന്റെ ഹൃദയത്തിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു, ഇവർക്ക് ഒരു പാഠം പഠിപ്പിക്കണം. ആ പാഠം പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇതന്നെ ഒരു തക്കം എന്ന് പറഞ്ഞ് അവർ കുളിക്കാൻ പോയ സമയം നോക്കിയിട്ട് ഗരുഡൻ കൊണ്ടുവന്ന ആ അമൃത് എന്ത് ചെയ്തു, വീണ്ടും സ്വർഗത്തിലേക്ക് തന്നെ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ആ ദേവേന്ദ്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ്, ക്ഷമിക്കണം, ഞാൻ എന്താ പറയുക, വേറൊരു ദുരുദ്ദേശം വെച്ചിട്ടല്ല ഞാനിത് എടുത്തിട്ട് പോയത്, എൻ്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഇതിൽ നിന്ന് ഒരു തുള്ളി എന്താ പറയുക അമൃത് പോലും ഭുജിച്ചിട്ടില്ല. ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരുപാട് രാക്ഷസന്മാരും മറ്റുള്ള ആൾക്കാരും ഒക്കെ ഇത് തട്ടിപ്പറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് ശ്രമിച്ചു. പക്ഷെ ഞാൻ ആർക്കും വിട്ടുകൊടുത്തില്ല, ഞാനും ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. അവിടെ ഗരുഡൻ്റെ സത്യസന്ധതയാണ് പുലർന്നത്. ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു സാധനം നമ്മൾ ആദ്യം ടേസ്റ്റ് നോക്കും. പക്ഷേ ഇവിടെ ഗരുഡ ഭഗവാന് നന്നായിട്ട് അറിയാം, ഗരുഡന് നന്നായിട്ട് അറിയാം ഇത് അമൃതാണ്, ഇത് കഴിച്ചാൽ തന്നെ ആയുസ് കിട്ടും, രോഗങ്ങളൊന്നും വരില്ല, എത്ര കാലം വേണമെങ്കിലും ജീവിക്കാം എന്നുള്ളത് അറിഞ്ഞിട്ട് കൂടി ഗരുഡൻ അത് കഴിച്ചില്ല എന്നുള്ളതാണ്. അതിൽ ഒരു തുള്ളി പോലും ഞാൻ കഴിച്ചിട്ടില്ല. അതിൽ ഗരുഡൻ്റെ ആ സത്യസന്ധതയിൽ നമ്മുടെ കലിതുള്ളി നിന്ന നമ്മുടെ ഈ ദേവേന്ദ്രൻ ഇത് ആരെടുത്തിട്ട് പോയി എന്നുള്ള ഒരു യുദ്ധത്തിന് തയ്യാറായി നിൽക്കുകയാണ്. അപ്പോഴാണ് ക്ഷമാപണം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗരുഡൻ അതുകൊണ്ടേ കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു എന്നുള്ളതാണ്, ആ ക്ഷമ പറയലും ആ സത്യസന്ധതയിലും ആ സത്യസന്ധതയുമാണ് ദേവേന്ദ്രന് ഗരുഡനെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല, അറിയാതെ ഇത് കൊണ്ടുപോകുന്ന സമയത്ത് ഒരു 4 തുള്ളി അമൃത് ഭൂമിയിൽ വീണിട്ടുണ്ട് എന്ന് മാത്രം പറഞ്ഞു, അല്ലാതെ വേറൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇവിടെ തന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അവർ കുളിക്കാൻ പോയ സമയത്ത് ഞാനിത് എടുത്തിട്ട് ഇവിടേക്ക് കൊണ്ടുവന്നതാണ്, അവരെ പറ്റിച്ച് തന്നെയാണ് കൊണ്ടുവന്നതെന്ന് പറയും. അങ്ങനെ എന്ത് ചെയ്തു, ഈ അപ്പോൾ ദേവേന്ദ്രന് ഭയങ്കര ഇഷ്ടമായി ഗരുഡനെ, തൻ്റെ സത്യസന്ധതയിലും അതേപോലെ തന്നെ കൃത്യനിഷ്ഠയിലൊക്കെ ഭയങ്കര ഇതായപ്പോൾ ദേവേന്ദ്രൻ പറഞ്ഞു, നിനക്ക് എന്തു വരമാണ് വേണ്ടത്, ഒരു വരം ചോദിച്ചോളൂ എന്ന് പറയും. അപ്പോൾ പഴയ വൈരാഗ്യം തീർക്കാൻ എന്നോണം തന്നെ ഗരുഡൻ ദേവേന്ദ്രനോട് ചോദിച്ചു, എനിക്ക് ഇപ്പോൾ വിശപ്പൊന്നും ഇല്ല, ഭഗവാന്റെ മാംസം ഞാൻ ഭുജിച്ചത് കാരണം എനിക്ക് ഇപ്പോഴൊന്നും വിശപ്പില്ല, ഇനി എനിക്ക് എപ്പോഴെങ്കിലും വിശപ്പ് ഉണ്ടാവുകയാണെങ്കിൽ ഈ കരിനാഗങ്ങളെ, സർപ്പങ്ങളെ എനിക്ക് ഭക്ഷണമാക്കി കഴിക്കാൻ പറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ തഥാസ്തു, ആയിക്കോട്ടെ, നിന്റെ മനസ്സിൽ എന്താണോ ആഗ്രഹിച്ചത് അത് തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് ഭഗവാൻ വിഷ്ണുവിന് തൻ്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ടുള്ള ഗരുഡൻ്റെ ആ സത്യസന്ധതയുടെ മനോഭാവം കണ്ടിട്ട് സന്തോഷം കൊണ്ട് അങ്ങനെ വരികയാണ്. എന്നിട്ട് ചോദിക്കും, എന്താണ്, നിനക്ക് എന്ത് വരം വേണം എന്ന് ചോദിക്കുകയാണ്. എന്നിട്ട് ഒപ്പം പറയുന്നുണ്ട്, എൻ്റെ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ളതാണ് എൻ്റെ ധ്വജം എന്ന് പറയുന്നത്, ഏറ്റവും ഹൈറ്റിൽ നിൽക്കുന്നതാണ് എൻ്റെ ധ്വജം എന്ന് പറയുന്നത്, ആ ധ്വജത്തിൽ എന്നും നീ ഉണ്ടാവും, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, എപ്പോഴും നീ അവിടെ ആയിരിക്കണം, അതുകൂടാതെ നിന്റെ പുറത്തിലായിരിക്കും എൻ്റെ യാത്ര, ഞാൻ എവിടേക്ക് പോകുമ്പോഴും എൻ്റെ വാഹനമായി നീ ഉണ്ടാവണം എന്നും പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്. ഈ എന്താ പറയുക, ഗരുഡൻ്റെ നിഴൽ തട്ടിയാൽ പോലും പാമ്പുകൾക്ക് പേടിയാണെന്നാണ് പറയുന്നത്. അത്രയും ആ പവിത്രമായിട്ടുള്ള ആ സാമവേദങ്ങൾ ഉണർത്തുന്ന ആ ചിറകടി ശബ്ദം അല്ലേ, ആ ചിറകടി ശബ്ദവും ആ നിഴലും തട്ടിയാൽ പോലും പാമ്പുകൾ ഓടിപ്പോകുമെന്നാണ് പറയപ്പെടുന്നത്. അത് എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, കാളിയ മർദ്ദനം നടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ കാളിയ മർദ്ദനം നടത്തുന്ന സമയത്ത് ഇങ്ങനെ ധമിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാളിയുടെ തലയിൽ കയറി നിന്നിട്ട് ഇങ്ങനെ ചവിട്ടി 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 നൃത്തം വെക്കുന്ന സമയത്ത് തൊട്ടപ്പുറത്ത് ഗരുഡ ഭഗവാൻ ഇരിക്കുന്നുണ്ട്, ആ മരത്തിൽ ഗരുഡൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചവിട്ടി അമർത്തുന്ന സമയത്ത് അടുത്ത തലയും കൊണ്ട് ഇങ്ങനെ ഭഗവാനെ കടിക്കാൻ പോവുകയും വാലുകൊണ്ട് തല്ലുമൊക്കെ ചെയ്യുമ്പോൾ ഗരുഡന് ഭയങ്കര സങ്കടം വന്നിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്, കരച്ചിൽ വരുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, ഭഗവാൻ അവിടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ക്ഷമിച്ചിരിക്കുകയാണ്.
അതേപോലെ എന്താ പറയുക, കാളിയനും വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ ഭഗവാൻ പൊയ്ക്കോളാൻ പറയുന്നുണ്ട്. അവസാനം എല്ലാ ധമനും കഴിഞ്ഞതിന് ശേഷം പൊക്കോളൂ, അവരുടെ ഭാര്യമാർ വന്ന് യാചിക്കുന്നുണ്ടല്ലോ, അന്നേരം ശരി പൊക്കോളൂ, ഇനി നിങ്ങൾക്കൊരു അബദ്ധം വരില്ല, ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാൻ പാടില്ല പറഞ്ഞ് പോകാൻ പറയുമ്പോൾ കാളിയൻ പേടിച്ചിട്ട് പറയുന്നുണ്ട്, അയ്യോ ഞാൻ പോകുന്നില്ല ഭഗവാനെ, ഭഗവാൻ തന്നെ എന്നെ അങ്ങ് കൊല്ല്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ അതേ അപ്പുറത്ത് ആര് ഇരിക്കുന്നുണ്ട്, ഗരുഡൻ ഇരിക്കുന്നുണ്ട്. എന്തായാലും ഭഗവാൻ എന്നെ രക്ഷിച്ചാലും ഗരുഡൻ എന്നെ കൊല്ലും. അപ്പോൾ എനിക്ക് എന്തിനാണ് ഗരുഡൻ്റെ കയ്യിൽ നിന്ന് കൊല്ലണം, ഭഗവാൻ തന്നെ എന്നെ കൊല്ലുമെന്ന് പറയുമ്പോൾ ഭഗവാൻ പറയുന്നുണ്ട്, എൻ്റെ കാൽപാദം പതിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും ഗരുഡൻ നിന്നെ ഒന്നും ചെയ്യില്ല, ഉപദ്രവിക്കില്ല. അതുകൊണ്ടാണ് ഗരുഡൻ കാളിയനെ വെറുതെ വിട്ടത്. ഭഗവാന്റെ പാദപത്മങ്ങൾ അവിടെ പതിച്ചു. ആ പാദപത്മങ്ങൾ പതിച്ചത് കൊണ്ട് മാത്രമാണ് കാളിയന് വീണ്ടും കാളിയനായിട്ട് തന്നെ ജീവിക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ആ സർപ്പത്തെ ഉപദ്രവിക്കാതെ വിടുന്നത് അത് തന്നെയാണ് എന്ന് പറയാം. അപ്പോൾ എന്താ പറയുക, പക്ഷിശ്രേഷ്ഠന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഗരുഡ ഭഗവാന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഗരുഡ ഭഗവാനും അതുപോലെ തന്നെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കിട്ടട്ടെ. യദുകുലം ചാനൽ കാണുകയും ഒപ്പം ഷെയറും സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ തരണം, നമ്മളെ അനുഗ്രഹിക്കണം. എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻസിലൂടെ അറിയിക്കാം. അപ്പം നമുക്കിനി അടുത്ത കഥയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.